ഹായ് ഫ്രണ്ട്സ്, ഞാൻ സൂര്യ ലജീഷ്. എൻ്റെ മോൻ്റെ പേരാണ് ആര്യൻ. ഇപ്പം 3 മാസമായി. എൻ്റെ മോന് ഞാൻ ഓയിൽ മസാജ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ടു അവർ ഫാമിലി. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നില്ലേ, അതൊന്ന് പ്രസ് ചെയ്തേക്കും. അതിന് തൊട്ടിപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ആര്യൻ ഓയിൽ മസാജിന് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം കുഞ്ഞിൻ്റെ ദേഹത്തേക്ക് പതിയെ നമുക്കൊന്ന് ഓയിലൊന്ന് തടവി കൊടുക്കാം. പതുക്കെ മതി കേട്ടോ, വളരെ പതുക്കെ എണ്ണ ഒന്ന് തടവി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കയ്യിൽ എണ്ണ എടുത്തിട്ട് കുഞ്ഞിൻ്റെ നെഞ്ചിൽ പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നെഞ്ചിലും വയറിലും കൈ അമങ്ങുന്ന രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതൊരു നമുക്ക് 3-4 വട്ടം നമുക്ക് ചെയ്ത് കൊടുക്കാം കുഞ്ഞിന്. ഇനി കൈയുടെ മസാജ് എങ്ങനെയാണെന്ന് വെച്ചാൽ കയ്യിൽ അത് അങ്ങനെ പിടിച്ചിട്ട് വട്ടത്തിൽ ചുറ്റിയെടുക്കുക. ഇനി കാണിക്കുന്നതാണ് വയറിൽ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം വരാറില്ല, അതിനുള്ളൊരു എക്സസൈസാണ്. വയറിൽ കൈ വെച്ചിട്ട് വട്ടത്തിൽ പതിയെ മസാജ് ചെയ്തിങ്ങനെ കൊടുക്കുക. ഇനിയുള്ളതാണ് ഐ ലവ് യു മസാജ്. അതായത് കൈ കൊണ്ട് ILU ഇങ്ങനെ എഴുതി കൊടുക്കുക. നല്ലൊരു മസാജാണ്. ഇനി നമുക്ക് കാല് മസാജ് ചെയ്യാം. കാലിൻ്റെ മോൾ ഭാഗത്ത് അതുപോലെ പിടിക്കുക. കൈ നമ്മൾ പിടിച്ചില്ല, അതുപോലെ പിടിച്ചിട്ട് മെല്ലെ കൈ താഴേക്ക് വട്ടത്തിൽ കൊണ്ടുവരിക. എൻ്റെ മോന് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ മസാജ്. നമ്മൾ എണ്ണ തേപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടി അവന് വെറുതെ കിടക്കുമ്പോൾ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ അവന് ഒരുപാട് ഇഷ്ടമാണിത്. അത് കഴിഞ്ഞിട്ട് കാലിൻ്റെ പാദത്തിലും ഒരു ചെറിയൊരു മസാജ് ഉണ്ട് കേട്ടോ. കാലിൻ്റെ പാദം ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ തള്ള വിരലില്ലേ അതുകൊണ്ട് വട്ടത്തിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ കാണുന്നതാണ് ടമ്മി ടൈം എക്സസൈസ്. കുഞ്ഞിന് ഗ്യാസ് പോകാൻ വളരെ നല്ലൊരു എക്സസൈസാണ് കേട്ടോ ഇത്. കുഞ്ഞിൻ്റെ കാല് സൈക്കിള് നമ്മൾ ചവിട്ടില്ലേ അതുപോലെ ചവിട്ടിയിട്ട് വയറ്റത്ത് പതുക്കെ അമർത്തി കൊടുത്താൽ മതി. ഇനി കുഞ്ഞിൻ്റെ മുഖത്ത് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മൂക്ക് പതിയെ താഴേക്കൊന്ന് തിരുമ്മി കൊടുക്കുക. അതുപോലെ ഒരു വിരൽ വെച്ച് പുരികവും ഒന്ന് തിരുമ്മി കൊടുക്കുക. ഇനി നമുക്ക് കൺമഷി എഴുതിയിട്ടുണ്ടെങ്കിൽ പുരികത്തിലെ കൺമഷി തുടച്ച് കളയാം. കണ്ണിൽ നമ്മൾ പഞ്ഞി വെച്ച് തുടയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കണ്ണിൽ തുടച്ച പഞ്ഞി വെച്ച് മറ്റേ കണ്ണിൽ തുടയ്ക്കാതിരിക്കുക. കാരണം കുഞ്ഞിന് ഇനി ഒരു കണ്ണിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഒരേ പഞ്ഞി ഉപയോഗിച്ചാൽ ഇൻഫെക്ഷൻ ഒരു കണ്ണിൽ നിന്ന് മറ്റേ കണ്ണിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ കുഞ്ഞിന് തല ഉറച്ചിട്ടില്ലല്ലോ, 3 മാസമല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ മസാജ് ചെയ്യാറില്ല, ജസ്റ്റ് ഒന്ന് എണ്ണ ഇടത്തേ ഉള്ളൂ. അതുപോലെ കമന്ന് വീഴാത്തതുകൊണ്ട് ഞാൻ കമഴ്ത്തി കിടത്തി മസാജ് ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തൊട്ടിപ്പുറത്തുണ്ടാകുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവില്ലേ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കൂ.